മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിലെ ഒരു വാക്കിൽ പിടിച്ച് വാർത്ത ചമച്ച് വിവാദമുണ്ടാക്കലാണ് റിപ്പോർട്ടർ ചാനലിന്റെ സ്ഥിരം പരിപാടി. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന പതിവ് വാർത്താ സമ്മേളനത്തിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന വിവാദത്തിൽ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചു. വിഴിഞ്ഞത്തെ തങ്ങളുടെ ഓഹരി അദാനി കൈമാറാൻ നീക്കം നടത്തിയതിൽ സർക്കാർ അതൃപ്തി അറിയിച്ച് കത്തയച്ചിരുന്നു എന്നായിരുന്നു അത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ആ വിവാദങ്ങളുടെ സമയത്ത് തന്നെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയതാണ്. അന്ന് വാർത്ത പുറത്തു വന്ന ഉടനെ സർക്കാരിന്റെ അനുമതി വാങ്ങാതെ ഓഹരി കൈമാറ്റത്തിന് നീക്കം നടത്തിയതിൽ മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിരുന്നു. അക്കാര്യം ജൂലൈ 8 നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓഹരി വിൽപ്പനയ്ക്ക് അനുമതി തേടി അദാനി ഗ്രൂപ്പ് സെബിക്ക് കത്തയച്ചെന്നറിഞ്ഞ ഉടനെ അന്ന് വൈകിട്ട് തന്നെ ഇത് ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി തേടിയിട്ട് വേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ അവർ പ്രയർ അപ്രൂവലിനുള്ള കത്ത് തന്നു എന്നാണ്. അദാനി ഗ്രൂപ്പിനെ അവരുടെ ക്രമപ്രകാരമല്ലാത്ത നടപടിയിലുള്ള അതൃപ്തി അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം. സാമാന്യബോധമുള്ളവരെല്ലാം അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക, അല്ലാതെ അവർക്ക് കത്തയച്ച് അസംതൃപ്തി അറിയിച്ചു എന്നല്ല. ഇനി ഇന്നലത്തെ കാര്യത്തിലേക്ക് വന്നാൽ, റിപ്പോർട്ടർ ചാനൽ അവർക്ക് ലഭിച്ച വിവരാവകാശ രേഖകൾ വെച്ചുകൊണ്ട് രാവിലെ മുഖ്യമന്ത്രി വിഷയത്തിൽ കള്ളം പറഞ്ഞു എന്നൊരു വാർത്തയടിച്ചു. ജൂലൈ 2-ന്, അതായത് ഓഹരി കൈമാറ്റം സംബന്ധിച്ച വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചെന്ന് വ്യക്തമാക്കിയ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ജൂലൈ 3-ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചാനൽ വിവരാവകാശ നിയമപ്രകാരം തേടി. എന്താണ് ചാനൽ വിവരാവകാശ നിയമപ്രകാരം തുറമുഖ വകുപ്പിനോട് ചോദിച്ചത്? അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ള സർക്കാർ കത്തിൻ്റെ പകർപ്പ് വേണമെന്ന്. കഴിഞ്ഞ ദിവസം അതിൻ്റെ മറുപടി കിട്ടി. അങ്ങനെ ഒരു കത്തില്ല എന്നാണ് ഈ മറുപടിയിൽ തുറമുഖ വകുപ്പ് പറയുന്നത്. അതാണ് ഇന്നലെ ചാനൽ വാർത്തയാക്കിയത്. വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി കൂടി നോക്കാം. നേരിട്ട് തന്നെ അവരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പിറ്റേ ദിവസം തന്നെ അതിനകത്ത് അവർ സോറി പറഞ്ഞുകൊണ്ട് കത്ത് തന്നു. ഞങ്ങളത് മനഃപൂർവ്വം ചെയ്തതല്ല, ഗുജറാത്തിലും എന്നൂരിലുമൊക്കെ ചെയ്തതുപോലെയാണ് സെബിക്ക് അയച്ചത്. ഞങ്ങളാകെ പരാതി പറഞ്ഞത് സെബിക്ക് കത്തയക്കുന്നതിന് മുൻപ് പോർട്ടിൻ്റെ ഓണറായ ഞങ്ങളെ അറിയിക്കണമെന്നാണ്. അത് അറിയിക്കാഞ്ഞതിനാണ് അസംതൃപ്തി പറഞ്ഞത്. അവരതിനകത്ത് വിശദീകരിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്ന കത്തുണ്ട് എന്നാണ്. സർക്കാർ കത്തയച്ചെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്നാണല്ലോ വിവരാവകാശ മറുപടി എന്നാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. ഈ മറുപടിക്ക് പിന്നാലെ ചാനലിൻ്റെ വാർത്ത മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞു എന്നായി. അതായത് ആദ്യം മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിന് കത്തയച്ചെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലെ വിവരാവകാശ രേഖ പുറത്തു വന്നതിന് പിന്നാലെ കത്തില്ല എന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞു, അല്ലെങ്കിൽ യു-ടേൺ അടിച്ചു എന്നാണ് ചാനലിൻ്റെ വ്യാഖ്യാനം. എന്നാൽ ജൂലൈ 8-ന് മുഖ്യമന്ത്രി കത്തയച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അവരെ അതൃപ്തി അറിയിച്ചു എന്നാണ്. അതൃപ്തി നേരിട്ട് അറിയിക്കാൻ കത്തയച്ചാലേ പറ്റൂ എന്നാണ് ചാനൽ കരുതുന്നത് എന്നറിയില്ല. എന്തായാലും ആ നരേഷൻ പൊളിഞ്ഞതോടെ ഇനിയിപ്പോൾ അദാനി ഗ്രൂപ്പ് മാപ്പ് പറഞ്ഞു നൽകിയ കത്തിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കാനാണ് ചാനലിൻ്റെ നീക്കം. മെസ്സിയെ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ റിപ്പോർട്ടർ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത പുറത്തു വരികയും അതിൽ ശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ചാനൽ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ തുടർച്ചയായി ആക്രമണം നടത്തുന്നത് എന്നത് കാണണം. കഴിഞ്ഞ ദിവസം മുതലാളി ചാനലിലിരുന്ന് വിളിച്ചു പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷം പിണറായിയും മോദിയും ഞങ്ങളെ ഒന്നും ചെയ്തില്ല, അധികാരത്തിലേറി 3 മാസമാകുന്നതിന് മുമ്പ് UDF എന്തോ ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെയാണ്. നിലവിലുള്ള അതേ നിലപാടുമായി ചാനൽ മുന്നോട്ട് പോകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അവരുടെ നിലപാടെന്നത് CPM-നെ അനുകൂലിക്കുകയും UDF-നെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുക എന്നതാണ്. അത് അവരുടെ പോളിസിയാണ് എന്ന് കരുതി ഒരു ക്രമക്കേട് കണ്ടെത്തി അതിൽ സർക്കാർ നടപടി സ്വീകരിക്കുമ്പോൾ അത് തങ്ങളുടെ ചാനലിൻ്റെ നിലപാടിനോടുള്ള പ്രതികാരം തീർക്കലാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് വിളിച്ചു കൂവുന്നതാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. അങ്ങനെ നോക്കിയാൽ ഇനിയും ചാനൽ ഇത്തരം ഇരുവാദം പറഞ്ഞ് വിലപിക്കേണ്ടി വരുന്നത് കാണാം. കാരണം മെസ്സി വിഷയത്തിൽ കണ്ടെത്തിയ ക്രമക്കേടുകളിൽ പലതരത്തിലുള്ള അന്വേഷണം നടത്താനാണ് സർക്കാർ നീക്കം. അതിൽ തുടക്കമായിട്ടേ ഉള്ളൂ. നിലവിൽ GST തട്ടിപ്പിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടാതെ വിജിലൻസും അന്വേഷണം ആരംഭിക്കാൻ ഒരുങ്ങുന്നു. അന്വേഷണത്തിനൊടുവിൽ നടപടി ഉണ്ടായാൽ എന്തു പറഞ്ഞാകും മുതലാളി കരയുക എന്നേ ഇനി അറിയാനുള്ളൂ.